ലോകം മുഴുവൻ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൺ തന്റെ കൈകളിലേക്ക് ഏറ്റെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും ഒരേ സമയം വെടിയുച്ചകൾ മുഴങ്ങുമ്പോൾ പരിഹാരവും പ്രതിരോധവും തേടി ലോക നേതാക്കൾ വൈറ്റ് ഹൌസിലേക്ക് ഒഴുകുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ ഉറപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു എത്തിയപ്പോൾ റഷ്യയോട് പിടിച്ചു നിൽക്കാൻ അമേരിക്കയുടെ കാരുണ്യം തേടിയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇരുവരും നടത്തിയ ഈ വേറിട്ട ചർച്ചകൾ ലോകം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ യുദ്ധത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള അചഞ്ചലമായിട്ടുള്ള ബന്ധം തന്നെയാണ് വീണ്ടും തെളിഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നെതന്യാഹു തനിക്ക് വിശദീകരിച്ച് തരേണ്ടതില്ലെന്നും തനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നും ട്രംപ് നേരത്തെ തന്നെ തുറന്നടിച്ചിരുന്നു. എങ്കിലും ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുടെ ഭീഷണിയും അബ്രഹാം കരാറിന്റെ ഭാവിയും ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ അബ്രഹാം കരാറിന്റെ ഭാവിയും ഒക്കെ വൈസ് പ്രസിഡന്റ് JD വാൻസും പങ്കെടുത്ത ഈ നിർണായക യോഗത്തിൽ ചർച്ചയായി. എന്നാൽ മറുവശത്ത് റഷ്യൻ മിസൈലുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഉക്രൈന് വേണ്ടി പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്കായി ട്രംപിന്റെ മുന്നിൽ അപേക്ഷിക്കുകയായിരുന്നു സെലൻസ്കി. ഡ്രോൺ നിർമ്മാണത്തിലടക്കം അമേരിക്കയുടെ സഹായം ഉക്രൈന് അത്യന്താപേക്ഷിതമാണ്. ഇസ്രയേലിനും ഉക്രൈനും എക്കാലത്തും മികച്ച പിന്തുണ നൽകിയിരുന്ന അന്തരിച്ച റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ. അമേരിക്കൻ സഹായമില്ലാതെ ഒരു ദിവസം പോലും റഷ്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈന് സാധിക്കില്ല എന്നത് വ്യക്തമാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതി അതല്ല. അവിടെ അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ സൈനിക പങ്കാളിയാണ് ഇസ്രായേൽ. ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നന്നായി അറിയാം. അതിന് അമേരിക്കയുടെ നയതന്ത്ര പിന്തുണ കൂടി ഉറപ്പാക്കുക മാത്രമായിരുന്നു നെതന്യാഹുവിന്റെ ലക്ഷ്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ ഭീഷണികളെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നിർണായക ഘട്ടമാണ്. അതിനാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ തീരുമാനങ്ങൾ ഇസ്രായേലിനും പ്രധാനമാണ്. മറുവശത്ത് ആയുധങ്ങൾക്കും സാമ്പത്തിക സഹായത്തിനുമായി പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിക്കുന്ന ഉക്രൈന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ശത്രുവിന്റെ മടയിൽ കയറി ആക്രമിക്കാൻ കെൽപ്പുള്ള നേതാവാണ് നെതന്യാഹു എങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധങ്ങൾക്കായി എപ്പോഴും കൈനീട്ടേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് സെലൻസ്കി എന്ന് പറയുന്ന നേതാവ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ബോസ് എന്ന അമേരിക്കയുടെ പഴയ പ്രതാപം ഡൊണാൾഡ് ട്രംപിലൂടെ വീണ്ടും ശക്തമാവുകയാണെന്ന് തന്നെ പറയാം. ലോകകാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലുകൾ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് കൂടിക്കാഴ്ചകൾ. ഒരു വശത്ത് തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള ഇസ്രായേലുമായി ചേർന്ന് പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഉക്രൈന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ മാത്രം തീരുമാനമാണ്. ലോകത്തെ വൻ ശക്തിയായി അമേരിക്ക തുടരുമ്പോഴും സ്വന്തം സൈനിക കരുത്തുകൊണ്ട് പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ഇസ്രായേൽ അമേരിക്കയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാനാവാത്ത ശക്തിയാണെന്ന് ഈ നയതന്ത്ര നീക്കങ്ങൾ അടിവരയിടുന്നു.